വിശ്വകവാടമായി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ LDF സർക്കാരിൻ്റെ നായകനായ മുഖ്യമന്ത്രിയുടെ കൂടി വിജയസാഫല്യമാണിത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ അതിബൃഹത്തായ ഒരു തുറമുഖ പദ്ധതി രൂപപ്പെടുന്നതും പൂർത്തിയാവുന്നതും. ആദ്യ കപ്പലെത്തി 10 മാസത്തിനുള്ളിൽ തന്നെ കമ്മീഷനിങ്ങിലേക്കും കടക്കുന്ന ആ അത്ഭുത വികസന യാത്രയ്ക്ക് ചരിത്രത്തിൽ സമാനതകളില്ല. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കാര്യത്തിലും ഈ സമീപനം തന്നെയാണ് സർക്കാർ. അപ്പോൾ സമയബന്ധിതമായി തന്നെ ഇത് തീർക്കാനുള്ള നടപടികളാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഒരു കൊടുങ്കാറ്റിലും ആടിയുലയില്ല. കാരണം ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. വിഴിഞ്ഞം കടലിൽ നങ്കൂരമിട്ട പടുകൂറ്റൻ കപ്പലുകളിലെ കപ്പിത്താന്മാരെ കുറിച്ചല്ല, വിഴിഞ്ഞത്തിന്റെ വികസന കുതിപ്പിന്റെ കപ്പിത്താനെ കുറിച്ചാണ് പറയുന്നത്. പല പ്രതിസന്ധികളുടെ പടുകൂറ്റൻ തിരമാലകൾ മുറിച്ചു നീന്തിയാണ് പിണറായി വിജയൻ എന്ന കപ്പിത്താൻ അതിബൃഹത്തായ തുറമുഖത്തെ അതിവിദഗ്ധമായി കരയ്ക്കടുപ്പിച്ചത്. ഓക്കിയും പ്രളയവും കോവിഡും ഉരുൾപൊട്ടലും വിഘാതമായും വിലങ്ങുതടിയായും മുന്നിൽ നിന്നിട്ടും ആടിയുലയാത്ത വികസന യാത്ര. കേന്ദ്ര അവഗണന കൊണ്ട് കേരളം അനുഭവിച്ച സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരംശവും സർക്കാർ വിഴിഞ്ഞത്തെ അറിയിച്ചില്ല. പുലിമുട്ടിനിട്ട കല്ലുകൾ ഓരോന്നും ഒരർത്ഥത്തിൽ കേരള ചരിത്രത്തിന്റെ നാഴികക്കല്ലുകളാണ്. ലോകത്തെ 4ാമത്തെ പടുകൂറ്റൻ കപ്പൽ MSC ടോഡ് ഗിരാർഡറ്റ് ഉൾപ്പെടെ 285 കപ്പലുകൾ ഇതിനകം തന്നെ വിഴിഞ്ഞത്തെത്തിക്കഴിഞ്ഞു. 10 ലക്ഷം കണ്ടെയ്നറുകൾ വന്നാലും പൂപോലെ സ്വീകരിക്കാൻ ആദ്യ വർഷം കൊണ്ട് തന്നെ പ്രാപ്തമാകുന്ന മറ്റൊരു തുറമുഖവും ദക്ഷിണേഷ്യയുടെ ചരിത്രത്തിലില്ല. 1996-ൽ EK നായനാർ സർക്കാർ പ്രാഥമിക നടപടിക്ക് തുടക്കമിട്ട കാലം തൊട്ടുള്ള യാത്രിയുടെ സ്വപ്ന സാഫല്യം. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് ചൈനീസ് കമ്പനിക്ക് ടെൻഡർ നൽകിയതിനെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് കേന്ദ്ര സർക്കാർ തടയിട്ടത്. അന്ന് പൊതുമേഖലയിൽ വിഭാവനം ചെയ്ത പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തിലേക്കും അവസാനം അദാനിയിലേക്കും എത്തിച്ചതാകട്ടെ ഉമ്മൻചാണ്ടിയും. അന്ന് സ്വകാര്യ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിൽ കൂടുതലും സംസ്ഥാന താൽപര്യം ഹനിക്കുന്ന വ്യവസ്ഥകളായിരുന്നു. അതിനെതിരെയാണ് ഇടതുപക്ഷം കടൽ ഭിത്തി പോലെ അണിനിരന്നത്. 2014-ൽ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയുള്ള മനുഷ്യച്ചങ്ങലയിലെ ആദ്യ കണ്ണിയായ പിണറായി വിജയൻ 2016-ൽ മുഖ്യമന്ത്രിയായതോടെയാണ് വിഴിഞ്ഞത്തെ ഓരോ മണൽത്തരിയും പുളകം കൊണ്ടു തുടങ്ങിയത്. വിഴിഞ്ഞം പദ്ധതിക്ക് അതോടെ ഒരു പ്രവർത്തന കലണ്ടർ ഉണ്ടായി. പ്രതിമാസ അവലോകനങ്ങളും പ്രത്യേക ആപ്പുമുണ്ടായി. നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി. നിർമ്മാണം സമയബന്ധിതമാക്കി. BJPയും കോൺഗ്രസും വലതുമാധ്യമങ്ങളും നിക്ഷിപ്ത താൽപര്യക്കാരായ പാതിരിമാരും പരിസ്ഥിതി മൗലികവാദികളും കലാപത്തിനായി തലങ്ങും വിലങ്ങും തുഴഞ്ഞിട്ടും 2ാം വിമോചന സമരം വരെ ആഹ്വാനം ചെയ്തിട്ടും ഇന്ത്യയിലെ മറ്റൊരു തുറമുഖത്തിനും തൊടാനാവാത്ത താഴെപ്പരപ്പിലേക്ക് വിഴിഞ്ഞം വിരിഞ്ഞു നിൽക്കുക തന്നെ ചെയ്തു. നെഞ്ചും വിരിച്ച് കേരളത്തിന്റെ കപ്പിത്താനും. അറബിക്കടലിലൂടെ വിഴിഞ്ഞത്തിന്റെ അഭിമാന കപ്പലുകൾ പായുമ്പോൾ കപ്പിത്താന് പക്ഷെ വിശ്രമമില്ല. 2028-ൽ പദ്ധതി സമ്പൂർണമായും സജ്ജമാകും വരെ. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.